നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അനുഭവിക്കുന്ന കണ്ടീഷൻ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ, നമുക്ക് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് ലഭിച്ചതിന് ശേഷം ധ്യാനിക്കുമ്പോൾ നമ്മൾ ആ പൂർണ്ണതയിൽ നിന്നും വരുന്ന ഡിവൈൻ ഫ്ലോയിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് ധ്യാനിക്കുന്നത്. അതാണ് ഇൻട്രൊഡക്ടറി സിറ്റിങ്സിൻ്റെ പ്രാധാന്യം. നമ്മുടെ മാസ്റ്ററിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. ആ ഡിവൈൻ ഫ്ലോയിലേക്ക് കണക്റ്റഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം സാധാരണ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദാജി പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള ആ പദം ധ്യാനത്തെ പൂർണ്ണമായിട്ടും നിർവചിക്കുന്നില്ല എന്ന്. ധ്യാനം എന്ന് പറഞ്ഞാൽ ധീ എന്നുള്ള ആ ഡിവൈൻ വിസ്ഡത്തിൽ ഉള്ള യാനം, ആ വെഹിക്കിളിൽ നമ്മൾ മുന്നോട്ട് പോകാം. ഇതാണ് സഹജമാർഗത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ആ ഡിവൈൻ വിസ്ഡത്തിലേക്ക് കണക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്താഗതി കൊണ്ട് അതിനേക്കാളും ഉയർന്ന തലത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവാൻ സാധിക്കില്ല. നമ്മുടെ ഈ ബോധതലം വെച്ചിട്ട് ഉയർന്ന ബോധതലങ്ങളെ അളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഡിവൈനായിട്ടുള്ള വിസ്ഡത്തെ നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് പേരൻസ് പറയുന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, കാരണം അവർ എക്സ്പീരിയൻഷ്യലായിട്ട് അനുഭവിച്ച കാര്യമാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയാണ്, എങ്കിലും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആ ഡിവൈൻ വിസ്ഡത്തിലായിട്ട് കണക്റ്റായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവും. എന്താണ് തിരിച്ചറിവ്? എല്ലാം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നു. അതുകൊണ്ടാണ് എന്ത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേയും സത്സംഗം നടത്തിക്കൊണ്ട് തുടങ്ങണം എന്ന് മാസ്റ്റേഴ്സ് പറയുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള സംഘം. ഗ്രൂപ്പായിട്ടിരിക്കുന്ന മെഡിറ്റേഷനാണ് സാധാരണ സത്സംഗം എന്ന് നമ്മൾ പറയുന്നത്. സത്യമായിട്ടുള്ള സംഘം. നമ്മൾ ഈ തരത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ സത്സംഗത്തിലാണ്, സത്യമായിട്ടുള്ള സംഘത്തിലാണ്. സത്യമാണ് ഈശ്വരൻ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലെ സത്യം എന്താണുള്ളത്, ആ ഉണ്മ, അത് പൂർണ്ണ സ്നേഹമാണ്. അപ്പോൾ സത്ത് എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കണക്റ്റ് ആവുന്ന ആ നിമിഷം ശാന്തത അനുഭവിക്കുന്നു. എല്ലാം ഒന്നാണ് എന്നുള്ള ആ തിരിച്ചറിവ് അറിയാതെ നമുക്കുണ്ടാവും. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഡിഫറൻസസും ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ഇല്ലാതെയായി മാറുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനാണ് യഥാർത്ഥത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്, ബ്രദർഹുഡ്. നമ്മളെല്ലാവരും, യഥാർത്ഥത്തിൽ എല്ലാവരും എന്ന് പറയാൻ നമ്മൾ പറയേണ്ടി വരുന്നു. സർവ്വചരാചരങ്ങളും ആ ഒന്ന് തന്നെയാണ്, ആ യൂണിഫൈഡ് സ്റ്റേറ്റ് തന്നെയാണ്. നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. ഇപ്പോൾ മലയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് കൊടുമുടിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്താൽ അത് ഒരു ഡിസ്ക്രിപ്ഷൻ ആവില്ല. നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാതെ എന്താണ്. വേറെ ആൾക്ക് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കുക? കിണറ്റിൽ കിടക്കുന്ന തവളയോട് കടലിൻ്റെ അടുത്തുനിന്ന് വന്ന തവള കടലിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ അനുഭവിക്കുന്ന ആ സാഹോദര്യം, ബ്രദർഹുഡ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് സാഹോദര്യത്തിൻ്റെ സ്വഭാവവിശേഷതകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി, ഷെയറിങ് ആവണം, ടോളറൻ്റ് ആവണം, കമ്പാഷനേറ്റ് ആവണം, സത്യസന്ധരാവണം. ഇതൊക്കെ സാഹോദര്യത്തിൻ്റെ സ്വഭാവങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ആർട്ടിഫിഷ്യലായിട്ടൊരു സാഹോദര്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു വീട്ടിൽ തന്നെ ഒരേ പാരൻസിൻ്റെ കുട്ടികൾ സഹോദരരാണ് എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ സാഹോദര്യ ഭാവമുണ്ടോ? അതല്ലേ പ്രധാനം. ബ്രദർഹുഡ് ഉണ്ടോ? എങ്ങനെയാണ് സഹോദരർ തമ്മിൽ വല്ലാതെ അകന്നു പോകുന്നത്, ഹൃദയങ്ങൾ തമ്മിൽ അകന്നു പോകുന്നത്? അതിന് സഹോദര്യ ഭാവം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സാഹോദര്യ ഭാവം എങ്ങനെയാണ് പ്രാപഞ്ചിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ ലൗകിക തലത്തിൽ, ലോകത്തിൻ്റെ തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? അപ്പോൾ നമ്മളുടെ ഈ ഭാവം വരേണ്ടത് വീട്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഫാമിലിയാണ് ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് എപ്പോഴും പറയുന്നത്. ലാലാജി മഹാരാജ് ഊന്നി പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലാണ് നമ്മൾ സ്നേഹം ത്യാഗത്തിലൂടെ പഠിക്കേണ്ടത്. എന്താണ് യഥാർത്ഥ സ്നേഹം? അപ്പോൾ അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആ ഒരേ ഗോളിലേക്ക് നീങ്ങുന്നവരായിരിക്കണം. പല ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവർക്ക് ഒരിക്കലും യോജിപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ പല ഐഡിയാസ് കൊണ്ട് നടക്കുന്നവർക്ക് പലപ്പോഴും യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരേ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വെറും ടെമ്പററിയാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നാണല്ലോ. പലതരത്തിലുള്ള പൂക്കളൊരു മാല ഉണ്ടാക്കുന്നത് പോലെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പൂർണ്ണതയിൽ നിന്ന് വരുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സെൻറ്റേർഡായിട്ട് അവരവരുടേതായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്. ഇഷാക് അഡിസസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങളാണ്: പരസ്പര ബഹുമാനവും വിശ്വാസവും. ഇതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുക? എങ്ങനെയാണ് ഒരു വ്യക്തിയോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക? എങ്ങനെയാണ് നമ്മൾ വിശ്വാസം പ്രകടിപ്പിക്കുക? ഇപ്പം ഞാൻ എൻ്റെ വൈഫിനെ, ഭാര്യയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ഭാര്യയോട് പെരുമാറേണ്ടത്? തീർച്ചയായിട്ടും അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്കിഷ്ടപ്പെടുന്ന വ്യക്തികളെ നമ്മളും ശ്രദ്ധിക്കണം. അവരിഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറണം. അവരുടെ ക്രിയേറ്റീവ് ടാലൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം.
അതിനെ വളരാൻ അനുവദിക്കണം, അവരെ ലോകത്തിന് മുമ്പിൽ ബഹുമാന്യരാക്കണം. അപ്പോഴേ നമ്മൾ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. അവരെ ക്രിയേറ്റീവ് ടാലൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ട് അവരെ ലോകം ബഹുമാനിക്കുന്ന തരത്തിൽ, സ്നേഹത്തിൻ്റെ തരത്തിൽ നമ്മൾ പെരുമാറണം. നമ്മൾ വിഡ്രോ ചെയ്യുക, അവരെ വളരാൻ അനുവദിക്കുക. ഇവിടെയാണ് ബ്രദർഹുഡിൻ്റെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ. പരസ്പരം ബഹുമാനിക്കാതെ പരസ്പരം അവരവരുടെ ക്രിയേറ്റീവ് ടാലൻസിനെ പോഷിപ്പിക്കാൻ, അവരെ ഓപ്പർച്യൂണിറ്റീസിനെ വളർത്താൻ, എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷെയറിങ് വന്നു. നമുക്കറിയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്കറിയുന്നത് നമ്മൾ കേൾക്കുക, അവരുടെ മിസ്റ്റേക്സ് വളരെ ശ്രദ്ധിച്ചിട്ട് അധികം പബ്ലിക്കാക്കാതെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പബ്ലിക്കായിട്ട് പറയുകയല്ല ചെയ്യുക, അവരെ ശാന്തമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ കുറ്റം പറയരുത് പറയും. ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കഴിച്ച ഉടനെ തന്നെ ഉപ്പ് പോരാ, മുളക് പോരാ, കടുക് വറുത്തത് പോരാ എന്ന് പറയും. അപ്പോൾ ഈ ഉണ്ടാക്കിയ ആൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അത് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ അവരോട് രഹസ്യമായി പറയാം, ഭക്ഷണം നന്നായിട്ടുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ നന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടും, സ്നേഹത്തോടെ അത് സ്വീകരിക്കും, അടുത്ത പ്രാവശ്യം അവർ ശ്രദ്ധിക്കും. ഇങ്ങനെ പറഞ്ഞൂടെ? എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു? ആരെങ്കിലും ഒരു ലേഖനം എഴുതി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. പൂന്താനത്തിൻ്റെ ഉദാഹരണം അറിയാം. പൂന്താനം ജ്ഞാനപ്പാനെ എഴുതിയിട്ട് ഭട്ടതിരിപ്പാടിന് കൊടുത്തു. ഭട്ടതിരിപ്പാട് പറഞ്ഞു ഇതൊരു വിഭക്തി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാന്റെ ഒരു അശരീരി ഉണ്ടായത്. എനിക്ക് ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് പ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എത്ര വേദന ഉണ്ടാവും. നമുക്കത് പതുക്കെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ കുട്ടി ഒരു പടം വരച്ച് കൊണ്ടുവരികയെന്നായിരിക്കും, ഇതിങ്ങനെയാണ് പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതോട് കുട്ടിയുടെ പടം വരെ നിർത്തും. നമുക്കത് ഒന്നിച്ചിട്ട് ട്രൈ ചെയ്യാം, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവർക്ക് അവരുടെ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യുക, ക്രിയേറ്റീവ് ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യുക. അല്ല ഈ വരയ്ക്കുന്ന പടങ്ങൾ എത്ര വലുതായാലും ഭഗവാൻ വരച്ച പടം പോലെ ആവില്ല. നമ്മൾ എത്ര വലിയ ആർട്ട് എക്സിബിഷൻ നടത്തിയാലും അത് ഭഗവാന്റെ ആർട്ട് എക്സിബിഷൻ പോലെ ആവില്ല. നമ്മൾ എത്ര നല്ല ഗാനം ആലപിച്ചാലും ഭഗവാന്റെ ഗാനം പോലെ ആവില്ല. ഈ ഒരു ഹ്യൂമിലിറ്റി നമുക്ക് വേണം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ക്രിയേറ്റീവ് ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരവരുടെ മേഖലയിൽ ഫ്ലവർ ചെയ്യാൻ സാധിക്കും. വരയ്ക്കാൻ ടാലൻറ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ എക്സ്പ്രഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ആ ടാലൻറ്റ് വേറെ തരത്തിൽ അത് എക്സ്പ്രസ്ഡ് ആവും. എക്സാംസിന് നല്ല പടങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വരയ്ക്കുകയാണെങ്കിൽ നല്ല ആർക്കിടെക്ചറാവാനോ ഒക്കെ പറ്റും. വലിയ ആർട്ടിസ്റ്റ് ആവണമെന്നില്ല. അതുമാതിരി പാട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ ഗായകനായില്ലെങ്കിലും നല്ല രീതിയിൽ പാട്ട് ആസ്വദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നല്ല സംഭാഷണം, വായയിൽ നാവ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ പറഞ്ഞിട്ട്. ഇപ്പോൾ സംഗീതജ്ഞരും കലാകാരന്മാരും ഒക്കെ ശരിക്കും സ്വഭാവത്തിൽ അത്ര ഉയർന്നവരാവണം. അപ്പോൾ ഈ തരത്തിൽ എക്സ്പ്രഷനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സാഹോദര്യം. ആ സഹജമാർഗത്തിലെ പ്രമാണം പറയുന്നതാണ്, എല്ലാവരും സഹോദരാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്രകാരം പെരുമാറുക. ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.